നീ നേരത്തെ എവിടെ പോയേക്കുമായിരുന്നു? മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ തന്നില്ലല്ലോ. എടി അതൊന്നും പറയണ്ട, ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. പെട്ടെന്നുണ്ട് വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയി. പിന്നെ അവിടുന്ന് വണ്ടി ഉരുട്ടി കുറെ ദൂരെയുള്ള പെട്രോൾ പമ്പിൽ നിന്നാ പെട്രോൾ അടിച്ചത്. എടാ നിനക്ക് കുറച്ച് പെട്രോൾ അധികം അടിച്ച് വെച്ചാൽ എന്താ? എപ്പോഴും നീ 50 രൂപയ്ക്കല്ലേ പെട്രോൾ അടിക്കുന്നേ? അതുകൊണ്ടല്ലേ പെട്രോൾ തീർന്ന് ഉരുട്ടി നടക്കേണ്ടി വരുന്നേ. ഓ ഉപദേശം തുടങ്ങി. നിന്റെ കൈ കാണിച്ചേ. എന്താടി കൈ കാണിച്ചേ? നീ എന്താ? നിന്റെ നഖം കാണിക്ക്. ഇല്ല നഖം കാണിക്ക് നീ. ഇല്ലെന്നേ. അയ്യേ, നീ നഖം ഒന്നും മുറിക്കാറില്ലേ? അത് ഇന്ന് മുറിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഈ നഖം വെച്ചാണോ നീ ഫുഡ് കഴിക്കുന്നത്? ആ നഖത്തിന്റെ ഉള്ളിൽ എന്തോരം അഴുക്കുണ്ടാകും. ആ അഴുക്കിൽ എന്തോരം അണുക്കൾ ഉണ്ടാവും. ഇത് നീ ഫുഡ് കഴിക്കുമ്പോൾ നിന്റെ വയറ്റിലോട്ട് തന്നെ അല്ലേ പോകുന്നേ? അടുത്ത ഉപദേശം തുടങ്ങി. ആ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നീ ഇന്നെന്താ കഴിച്ചേ? ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പോവാ. ആ ഇതാ പ്രശ്നം, നേരത്തെ കാലത്ത് ഫുഡ് കഴിക്കത്തില്ല. തുടങ്ങി. ആ എടി ഞാൻ നേരത്തെ ചപ്പാത്തി കഴിച്ചായിരുന്നു. ആ വെറുതെ അല്ലേ നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ. അവൻ ചപ്പാത്തിയെ കഴിക്കത്തുള്ളൂ, ചോറ് കഴിക്കത്തില്ല. അല്ല അതൊക്കെ പോട്ടെ, ചപ്പാത്തി നീ ഉണ്ടാക്കിയതാണോ അതോ അമ്മ ഉണ്ടാക്കിയതാണോ? അടുത്ത ഉപദേശത്തിന് മുന്നേ കോള് കട്ടാക്കാതാ നല്ലത്. ആ എടി പിന്നെ ഇപ്പൊ വരാ, എന്നെ ആരോ വിളിക്കുന്നുണ്ട്. ബൈ.